സൃഷ്ടപ്രപഞ്ചം മുഴുവൻ ദൈവമക്കളുടെ വെളിപ്പെടുത്തലിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന ദൈവവചനം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം 19-ാമത്തെ തിരുവചനം. ഒരുപക്ഷെ ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന ഈ വിഷ്വൽ മീഡിയ പ്രോഗ്രാമിൻ്റെ ആപ്തവാക്യം അതാണ്. ഈ ശുശ്രൂഷയിലൂടെ ധാരാളം പേർക്ക് ദൈവ മഹത്വത്തിൻ്റെ വെളിപ്പെടുത്തലിനെ കാരണമായിട്ടുണ്ട്. ആ ശുശ്രൂഷയെ ദൈവം വഴി നടത്തുന്നതിനെക്കുറിച്ച് നന്ദി പറയുന്നു. ആ ശുശ്രൂഷയെ കരം കൊടുത്ത് കരുത്തു പകർന്ന് നമുക്ക് ദൈവമഹത്വത്തിൻ്റെ വെളിപ്പെടുത്തലിന് വേണ്ടി കാത്തിരിക്കാൻ ഇടയാകട്ടെ. സ്വാഗതം ചെയ്യുന്നു. ഒല്ലൂർ സ്വദേശിയായ അനി ജോർജിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെയാണ് നാം ഇന്ന് കടന്നു പോവുക. സ്നേഹമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 2:25 മുതലുള്ള തിരുവചനങ്ങളിൽ മനോഹരമായൊരു സംഭവം നാം കാണുന്നുണ്ട്. ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുവാൻ കൊണ്ടുവന്ന സമയം പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ശിമയോൻ എന്ന നീതിമാൻ ജെറുസലേം ദേവാലയത്തിലേക്ക് വരുന്നു. ഈശോയെ സ്വന്തം കൈകളിൽ ഏറ്റുവാങ്ങി ആ യേശുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ആത്മാവിൽ നിറഞ്ഞ് ശിമയോൻ പറഞ്ഞ 2 പ്രവചനങ്ങളുണ്ട്. ഒന്ന്, എൻ്റെ കർത്താവെ, എന്നെ സമാധാനത്തിൽ നീ വിട്ടയക്കണമേ, കാരണം സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന ഈ രക്ഷ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത് ശിമയോൻ പറഞ്ഞത്, ഇത് ഇസ്രായേലിൻ്റെ മഹിമയും വിജാതീയർക്ക് വെളിപാടിൻ്റെ അടയാളവുമാണ്. നമുക്കറിയാം, ആഗോള കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ കാറ്റ് ഈ ഭൂമിയിൽ വീശി ഇന്ന് 52-ാം വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ ശിമയോൻ പറഞ്ഞ ഈ പ്രവചനം ഇന്നും കർത്താവ്, പ്രത്യേകിച്ച് അനേകം അക്രൈസ്തവരും വിജാതീയരും കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ് കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് വരുന്ന ഒരു കാലഘട്ടമാണ്. എൻ്റെയും ജീവിതത്തിൽ ഒരു അക്രൈസ്തവ കുടുംബത്തിൽ നിന്ന് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് വന്നത് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുന്നതിന് വേണ്ടി നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വീടും നാടും പാലക്കാട് ജില്ലയിലൊരു ഗ്രാമമാണ്. എൻ്റെ അമ്മ ഒരു ടീച്ചറായിരുന്നു. കുഞ്ഞുനാളുകളിൽ മക്കളായ ഞങ്ങൾ 4 പേരാണ്. മക്കളായ ഞങ്ങളെ ദൈവത്തോട് ചേർത്ത് വെച്ച് നടത്താൻ വളരെയേറെ പരിശ്രമിച്ചെന്ന അമ്മയുടെ ജീവിതമാണ് എൻ്റെ കുട്ടിക്കാലത്ത് ദൈവാന്വേഷണത്തിൻ്റെ ആരംഭം. ഏശയ്യായിലൂടെ ഇങ്ങനൊരു വചനമുണ്ട്, തേടാത്തവർക്ക് വെളിപ്പെടുത്തുന്നവനാണ് കർത്താവ്, അന്വേഷിക്കാത്തവർക്ക് കണ്ടെത്തി കൊടുക്കുന്നവനാണ് കർത്താവ്. അങ്ങനെയെങ്കിൽ ഹൃദയ പരമാർത്ഥതയോടെ തേടുന്നവനും അന്വേഷിക്കുന്നവനും തീർച്ചയായി അവിടുന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നവൻ ആണ്. എൻ്റെ 4-ാം ക്ലാസ് വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ് ദൈവാന്വേഷണത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ അറിഞ്ഞില്ലെങ്കിലും എന്നെ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്നതിന് മുൻപ് തന്നെ അറിഞ്ഞു സ്നേഹിച്ച് പരിപാലിക്കുന്നവൻ ആരെന്ന് എനിക്ക് വെളിപ്പെടുത്താൻ തുടങ്ങി. പിന്നീട് എൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസ കാലഘട്ടം 1982 വരെ കർത്താവിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ ജീവിതത്തിലുണ്ടായിരുന്നു. 82-ലാണ് ഒരു വഴിത്തിരിവിലെ കർത്താവിനെ നയിക്കുന്നത്. അന്ന് എൻ്റെ അപ്പച്ചൻ വിദേശമന്ത്ര കാര്യാലയത്ത് ഉദ്യോഗസ്ഥനായിരുന്നു. അതിൻ്റെ ഭാഗമായി 82-ൽ അപ്പന് ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കെയ്റോ നഗരത്തിലെ ഇന്ത്യൻ എംബസിയിലേക്ക് ജോലി സംബന്ധമായി മാറ്റപ്പെടുകയാണ്. അങ്ങനെ ഞങ്ങൾ കുടുംബസമേതം 82-ൽ ഈജിപ്തിൽ കാലുകുത്തുന്നു. അവിടെ വെച്ചൊരു ക്രൈസ്തവ ദേവാലയവുമായ ബന്ധമാണ് യേശുവിലേക്ക് എന്നെ കൂടുതൽ അടുപ്പിക്കുവാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. എല്ലാ ദിവസവും ആ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോകാനായിട്ട് ആരംഭിക്കുന്നു. അവിടെ വെച്ചാണ് ആ ദേവാലയത്തിലുള്ള വികാരി അച്ഛനെയും മറ്റു ബ്രദേഴ്സിനെയും പരിചയപ്പെടുന്നു. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് 1982-ൽ എൻ്റെ കയ്യിലൊരു ബൈബിൾ എൻ്റെ സ്പിരിച്വൽ എൽഡർ തരുന്നത്. ഒറ്റ വാക്കാണ് എന്നോട് പറഞ്ഞത്, നീ അന്വേഷിക്കുന്ന ദൈവം ഇതിനകത്തുണ്ട്. അങ്ങനെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വള്ളിപ്പുള്ളി അരിച്ചുപെറുക്കി ആഗ്രഹത്തോടും ആർത്തിയോടും ദൈവവചനം വായിക്കുവാൻ ആരംഭിച്ചു. ഇതാണ് എൻ്റെ ജീവിതത്തിൽ യേശു ആര്, എന്തിനീ ഭൂമിയിൽ വന്നു, എന്തിനിവിടെ ജീവിച്ചു, എന്തിനാണ് കർത്താവ് വീണ്ടും വരുന്നത്, ഇതേക്കുറിച്ചുള്ള അറിവെല്ലാം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് കൂടുതൽ ആഴപ്പെടുവാനുള്ള സാഹചര്യങ്ങളായിരുന്നു. അതുപോലെ തന്നെ സഭയോട് ചേർന്ന് നിൽക്കാനും സഭാത്മകമായ പഠനങ്ങളും കുദാശകളെക്കുറിച്ചുള്ള അറിവുമൊക്കെ ഈജിപ്തിൽ വെച്ചാണ് എനിക്ക് കൂടുതൽ ലഭിക്കുന്നത്. അങ്ങനെ 1985-ൽ എൻ്റെ അപ്പൻ്റെ സർവീസ് അവിടെ തീരുന്നു. വീട്ടുകാരെല്ലാം നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. അത്ഭുതകരമായ കർത്താവിൻ്റെ ഇടപെടലിൽ കുറച്ച് വർഷം കൂടി അവിടെ ഒരു കമ്പനിയിൽ ജോലി കിട്ടി എനിക്ക് താമസിക്കുവാനായിട്ട് സാഹചര്യമുണ്ടാകുന്നു. 85 ജനുവരിയിലാണ്
എൻ്റെ അന്വേഷണത്തിൻ്റെ പൂർത്തീകരണം യേശുവാണെന്നുള്ള തിരിച്ചറിവ് ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പൗലോസ്ലീഹ അങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ യേശുവിനെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ഞാൻ ലാഭമായി കരുതിയതെല്ലാം ചപ്പും ചവറും ഉച്ഛിഷ്ടം പോലെ മാറ്റിവെക്കുന്നു എന്ന്. 1985 ജനുവരിയിലാണ് എൻ്റെ ജീവിതത്തിൽ മാമോദിസയെക്കുറിച്ചുള്ള ആദ്യ ചിന്തകൾ എൻ്റെ ഉള്ളിലുണ്ടാകുന്നത്. ഇന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? ഒറ്റ അത്ഭുതമാണ് ഞാൻ കണ്ടത്. അതിനെ ഞാൻ വിളിക്കുക അത്ഭുതങ്ങളുടെ അത്ഭുതം എന്നാണ്. അത് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് നാം കാണുന്നുണ്ട്. 5 അപ്പം കൊണ്ട് 5000 പേർക്ക് തിന്നാൻ കൊടുത്ത ഈശോ മറുകരയിലേക്ക് പോയപ്പോൾ അപ്പം അന്വേഷിച്ചു വന്ന വലിയ ജനസഞ്ചയത്തോട് ഈശോ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അനുഗമിച്ചു വരുന്നത്? നിങ്ങൾ എന്നെ അനുഗമിച്ചു വരേണ്ടത് വയറിൻ്റെ അപ്പത്തിന് വേണ്ടി ആകരുത്, മറിച്ച് അനശ്വരമായ നിത്യജീവൻ്റെ അപ്പത്തിന് വേണ്ടി വരണം. അതെന്തപ്പമാണെന്ന് അവർ ഏക മനസ്സോട് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവന് ജീവനുണ്ടാകും, എൻ്റെ രക്തം പാനം ചെയ്യുന്നവന് ജീവനുണ്ടാകും, അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. ആ ജനം പെറുപെറുത്തു എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത്. മാത്രമല്ല, അവർ കർത്താവിൽ നിന്നും തിരിച്ചുപോയി. പിന്നീട് ഒരിക്കലും അവർ യേശുവിൻ്റെ കൂടെ നടന്നില്ലെന്നും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ പോകുന്നവരോടൊപ്പം പോണോ വേണ്ടയോ എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം, പക്ഷേ ഞാൻ പറഞ്ഞതിൽ മാറ്റമില്ല. പത്രോസിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി യേശു പറഞ്ഞു, പീറ്റർ, ശരീരം ഒന്നിനും കൊള്ളില്ല, ആത്മാവാണ് ജീവനെന്ന് ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ ആത്മാവും ജീവനും തിരിച്ചറിഞ്ഞ പത്രോസ് ചാടി എഴുന്നേറ്റ് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ എവിടെ പോകും കർത്താവേ, നിത്യജീവൻ നിൻ്റെ പക്കൽ ആണല്ലോ. എൻ്റെ അന്വേഷണത്തിൻ്റെ പൂർത്തീകരണം യേശുക്രിസ്തുവാണെന്നുള്ള തിരിച്ചറിവ് ജീവിതത്തിൽ കിട്ടിയപ്പോൾ 34 വർഷങ്ങൾക്ക് മുൻപ് ഞാനും മനസ്സിൽ ഉറപ്പിച്ചു, എൻ്റെ അന്വേഷണത്തിൻ്റെ പൂർത്തീകരണം യേശുവാണ്. യേശുവിനെ അനുഗമിക്കുന്നവന് യേശു നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനമാണ് നിത്യജീവൻ. അത് സ്വന്തമാക്കാനുള്ള പ്രേരണ. എന്നാൽ ഒരു വർഷക്കാലം അതിനുവേണ്ടി ഒരുങ്ങുന്ന കാലഘട്ടമായിരുന്നു. പിന്നീട് 85 ഡിസംബർ ആദ്യത്തെ അഡ്വൻറ്റ് സൺഡേ എൻ്റെ ആത്മീയ ഗുരുവിനോട് ഒറ്റ വാക്കിൽ പറഞ്ഞു, വരുന്ന ക്രിസ്മസിന് മുൻപ് എനിക്ക് മാമോദിസ വേണം. അങ്ങനെ അവിടുത്തെ നിയമങ്ങളൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ലോക്കൽ പോലീസിൽ നിന്ന് പെർമിഷനൊക്കെ എടുക്കാനുണ്ട്. അങ്ങനെ എൻ്റെ പാസ്പോർട്ടും ഡീറ്റെയിൽസ് എല്ലാം അവിടെ കൊടുത്തു. ചർച്ച് എനിക്ക് വേണ്ടി മാമോദിസയുടെ അപേക്ഷ കൊടുത്തു. അത്ഭുതകരമായി വിളിച്ചവൻ വിശ്വസ്തനായതുകൊണ്ട് എൻ്റെ മാമോദിസയ്ക്ക് യാതൊരു തടസ്സവും ഉണ്ടായില്ല. അങ്ങനെ 1985 ഡിസംബർ 22 ഈജിപ്തിലെ ഈ ക്രൈസ്തവ ദേവാലയത്തിൽ വെച്ച് അക്രൈസ്തവനായിരുന്ന ഞാൻ ഒരു വലിയ സമൂഹത്തെ സാക്ഷി നിർത്തി ഒരു പുതിയ സൃഷ്ടിയായി തീരുവാനുള്ള വലിയ കൃപ കർത്താവെന്ന് തന്നു. ആ ചർച്ചിൻ്റെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരൻ വിജാതീയൻ ആ പള്ളിയിൽ വെച്ച് മാമോദിസ മുങ്ങുന്നത്. അന്ന് തന്നെ കർത്താവിൻ്റെ ശരീരവും രക്തവും ഞാൻ ആദ്യമായി സ്വീകരിച്ചു. പിന്നീട് 86 ഏപ്രിൽ സ്ഥൈര്യലേപനം എന്ന കുദാശ അവിടെ വെച്ച് സ്വീകരിച്ചു. പിന്നീട് 87 കർത്താവ് അത്ഭുതകരമായി ഈജിപ്തിൽ നിന്ന് എന്നെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. വീടെത്തിയപ്പോൾ അറിയാമല്ലോ, മാമോദിസ മുങ്ങിയ എൻ്റെ കാര്യം ഞാൻ വീട്ടിൽ മറച്ചു വെച്ചിട്ടില്ലായിരുന്നു. അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വീട്ടിലുണ്ടായി. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ ഒരു ജോലി സംബന്ധമായി, ഒരു മെഡിക്കൽ കമ്പനിയുടെ ജോലി സംബന്ധമായി തൃശ്ശൂരിലേക്ക് വരികയാണ്. തൃശ്ശൂർ അപരിചിതമായ സ്ഥലമാണ്. എങ്കിലും ഒരു ദേവാലയത്തിൽ കുർബാന കഴിഞ്ഞ് ആ പള്ളിയിലെ വികാരി അച്ഛനെ കാണാനായിട്ട് സാധിച്ചു. അച്ഛനോട് എൻ്റെ മാമോദിസ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അച്ഛൻ എന്നെ അന്ന് ബിഷപ്പ് ഹൗസിലേക്ക് കൊണ്ടുപോയി കുണ്ടുകുളം പിതാവിനെ പരിചയപ്പെടുത്തി. അങ്ങനെ പുത്തമ്പള്ളി ഇടവകയിൽ എൻ്റെ ആത്മീയ ജീവിതം ആരംഭിക്കുന്നു. അന്ന് കരിസ്മാറ്റിക് നവീകരണത്തോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പാവങ്ങളെ ശുശ്രൂഷിക്കാനും ആശുപത്രിയുമായി ബന്ധപ്പെട്ട് എൻ്റെ ഇടവക ദേവാലയത്തിൽ പ്രവർത്തിച്ചിരുന്ന ഹെൽത്ത് കെയർ സൊസൈറ്റിയുമായി വളരെ തീക്ഷ്ണമായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു. 90-ലാണ് ആദ്യത്തെ ഒരു കരിസ്മാറ്റിക് ധ്യാനം കൊളുത്തുവയൽ ധ്യാന കേന്ദ്രത്തിൽ കൂടാനായിട്ട് സാഹചര്യമുണ്ടായത്. എന്നെ കൗൺസിലിംഗ് ചെയ്ത സിസ്റ്റർ പറഞ്ഞു, ദൈവരാജ്യ വേല ചെയ്യാനുള്ളൊരു വിളി ജീവിതത്തിലുണ്ട്. തിരിച്ചു വന്ന് ഈ ചിന്ത എന്നെ 2 വർഷക്കാലം ഭാരപ്പെടുത്തി. അങ്ങനെ 92 എൻ്റെ ജോലി റിസൈൻ ചെയ്ത് മുഴുവൻ സമയവും കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ തീരുമാനിച്ചു. 2 വർഷക്കാലം തൃശ്ശൂർ അതിരൂപതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു. 94 ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ആരംഭിച്ചു. ഇന്നും ആ ധ്യാന കേന്ദ്രത്തിലും പോട്ട ആശ്രമത്തിലും ജെറുസലേം ധ്യാന കേന്ദ്രത്തിലും ജോർദാനിയ ധ്യാന കേന്ദ്രത്തിലും ദൈവവചന ശുശ്രൂഷയിൽ സഹായിക്കുന്നു. പിന്നീട് ദൈവം വിവാഹാന്തസ്സിലേക്ക് എന്നെ വിളിച്ചു. ഒരു കുടുംബജീവിതം ആരംഭിച്ചു. അങ്ങനെ കുടുംബജീവിതത്തിൽ ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്കൊരു 6 മക്കളെ ദൈവം തന്നു. 4 പെൺകുട്ടികളും 2 ആൺകുട്ടികളും. ഇന്ന് ഈ ഇരിക്കുന്ന ഈ ആലയം
ഒരു ശുശ്രൂഷയുടെ ആലയമാണ്. ഏതാണ്ടൊരു 14 വർഷങ്ങൾക്ക് മുൻപ് ധ്യാനകേന്ദ്രത്തിലെ ഒരു പ്രസംഗം കഴിഞ്ഞ് തിടുക്കത്തിൽ വീട്ടിലേക്ക് വരാൻ വേണ്ടി ഡിവൈൻ്റെ റിസപ്ഷൻ്റെ ഭാഗത്തൂടെ വരുമ്പോൾ റിസപ്ഷനിസ്റ്റ് പറഞ്ഞൊരു പെൺകുട്ടി വീട്ടിൽ ആരോടും പറയാതെ ഇവിടെ അഭയം പ്രാപിച്ചിട്ടുണ്ട്, ഞങ്ങൾ ചോദിച്ചിട്ടൊന്നും മിണ്ടുന്നില്ല. അങ്ങനെ ആ പെൺകുട്ടിയായിട്ട് സംസാരിച്ചിരിക്കുമ്പോഴാണ് അവൾ ഹൃദയം തുറന്ന് പറയുന്നു, അവൾ 18 വയസ്സ് പൂർത്തിയായിട്ടുണ്ട്, 6 മാസം ഗർഭിണിയാണ്. ഈ അവസ്ഥയിലുള്ള പെൺകുട്ടികൾക്ക് അഭയം നൽകുന്ന സിസ്റ്റേഴ്സിൻ്റെ 1-2 ഹൗസിലേക്ക് വിളിച്ചപ്പോൾ അടുത്ത ദിവസം വന്നാൽ മതി എന്ന് പറഞ്ഞു. ഒരു രാത്രി അവൾക്ക് അഭയം നൽകാൻ വേണ്ടി ഞാൻ അവളെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അന്ന് രാത്രിയാണ് അവളുടെ ജീവിതത്തിൽ, അവളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഈ പ്രതിസന്ധിയെക്കുറിച്ച് പങ്കുവെക്കുന്നത്. വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു, ആത്മഹത്യയെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു. അങ്ങനെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ധ്യാനം കൂടിയതിൻ്റെ ഓർമ്മ അവളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ആരോടും പറയാതെ അത് രാവിലെ വീട്ടിൽ നിന്ന് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെത്തിയത്. അങ്ങനെ ഇവളുടെ വേദനിക്കുന്ന ജീവിതം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ശുശ്രൂഷയുടെ തോന്നലുണ്ടായി. എൻ്റെ ഭാര്യയും പറഞ്ഞു നമുക്ക് ഇവളെ നോക്കാം. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ മക്കളോടൊപ്പം ഈ ഗർഭിണിയെ ഞങ്ങൾ നോക്കാനായിട്ട് ഇടവന്നു. ഇത് ജീവിതത്തിൽ ഒരു വലിയ ശുശ്രൂഷയിലേക്ക് ദൈവം നയിക്കുന്നതായിട്ടാണ് പിന്നീട് ഫീൽ ചെയ്തത്. അങ്ങനെ സമയമെടുത്തപ്പോൾ അവൾ നല്ലൊരു ആൺകുട്ടിയെ പ്രസവിച്ചു. 3-ാം നാൾ അവളുടെ അപ്പനും അമ്മയും വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് കുഞ്ഞിനെ വേണ്ട, മകളെ തിരിച്ചു കൊണ്ടുപോകണം. അങ്ങനെ ആ ചോര കുഞ്ഞിനെ എൻ്റെ ഭാര്യയുടെ ഏൽപ്പിച്ച് അവൾ വീടിൻ്റെ സ്റ്റെയർ കേസ് ഇറങ്ങി 3 തവണ തിരിഞ്ഞു നോക്കി മറഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, ചേട്ടാ എൻ്റെ കൈ നീറുന്നു. ഞാൻ എൻ്റെ ഭാര്യയുടെ കയ്യിലേക്ക് നോക്കിയപ്പോൾ സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയൊരമ്മ യാത്ര പറച്ചിലിനിടയിൽ അമർത്തിപ്പിടിച്ചപ്പോൾ അവളുടെ കൈനകത്തിൻ്റെ പാടുകൊണ്ട നീറ്റലായിരുന്നു ഈ നീറ്റൽ. ഞാൻ അന്ന് തിരിച്ചറിഞ്ഞൊരു കാര്യം, ആരുടെയെങ്കിലും ജീവിതത്തിലെ വേദന നമ്മുടെ ജീവിതത്തിൽ ഒരു നീറ്റലാകുമ്പോഴാണ് ഒരു ശുശ്രൂഷ ദൈവം നമ്മെ ഏൽപ്പിക്കുക. ആ നീറ്റലിൻ്റെ വെളിച്ചത്തിലാണ് ഈ അവസ്ഥയിൽ വിവാഹത്തിന് മുൻപ് ഗർഭിണികളാകുന്ന പെൺകുട്ടികൾക്ക് ഒരു അഭയകേന്ദ്രം എന്ന ഒരു സ്വപ്നം ജീവിതത്തിലുണ്ടായി. കയ്യിലൊന്നുമില്ലല്ലോ എന്ന് കർത്താവിനോട് പറഞ്ഞപ്പോൾ ഈശോ എനിക്ക് നൽകിയ മറുപടി ഇതാണ്, നീ എത്ര പ്രസംഗിച്ചിട്ടുണ്ട്, ഉള്ളത് കർത്താവിനെ ഏൽപ്പിക്കുമ്പോഴാണ് അത് വർദ്ധിപ്പിക്കുക എന്ന്. ആകെയുള്ളത് ഒരു 5.25 സെൻറ്റ് സ്ഥലവും വീടും കർത്താവെ പിടിച്ചോളാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങളുടെ വീട് ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊടുത്തു. 2 വർഷം മുൻപ് വരെ ഞാനും 6 മക്കളും വാടക വീടുകളിലായിരുന്നു താമസിച്ചത്. പിന്നീട് അത്ഭുതകരമായൊരു വർഷത്തിനുള്ളിൽ 35 ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും അഭയം കൊടുക്കാൻ പറ്റി. സ്ഥലപരിമിതി, ഗവൺമെൻറ് ലൈസൻസിൻ്റെ ഒരുപാട് നിർദ്ദേശങ്ങൾ, അങ്ങനെയാണ് നല്ല സുഹൃത്തുക്കൾ ചേർന്ന് ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന ഈ ചാപ്പൽ അടങ്ങുന്ന 1 ഏക്കർ ലാൻഡ് വാങ്ങിക്കുകയും ഇപ്പോൾ ഇവിടെ ഏതാണ്ട് ഒരു 30,000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു മനോഹരമായ ഭവനം ഈ അമ്മ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നൽകുകയും ചെയ്തു. എൻ്റെ ഉള്ളിൽ വലിയൊരു ബോധ്യമുണ്ട്, പരിശുദ്ധ കന്യകാമറിയമാണ് ഈ ശുശ്രൂഷ ഏൽപ്പിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ ഏറെ സഹിച്ചൊരു അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയം. അതുതന്നെയാണ് സമൂഹത്താൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഈ പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവരെ ശുശ്രൂഷിക്കുവാൻ ഒരു കുടുംബത്തിന് സാധിച്ചു എന്നതിൻ്റെ പുറകിൽ അമ്മയുടെ പ്രത്യേകമായ ഇടപെടൽ. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ക്യൂൻ മേരി എന്ന് പേരിട്ടതും. അതുപോലെ തന്നെ സെൻറ്റ് ജോൺ പോൾ II പറഞ്ഞിട്ടുള്ളൊരു സന്ദേശമാണ് വർഷങ്ങൾക്ക് മുൻപ്, മാനവികത ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ജീവനെതിരെയുള്ള ആക്രമണമാണ്. അതിൽ ക്രൂരമായ അകപ്പെടുന്നത് ഭൂമിയിൽ പിറക്കാതെ പോകുന്ന കുഞ്ഞുങ്ങളാണ്. പിറക്കാതെ പോകുന്ന കുഞ്ഞുങ്ങൾ ജീവിക്കുന്ന നമ്മോട് ആവശ്യപ്പെടുന്നത് കുഞ്ഞുങ്ങളോട് ആദരവുണ്ടായിരിക്കുക, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക, കുഞ്ഞുങ്ങളെ കൊല്ലരുത്. അതുകൊണ്ടാണ് ജീവൻ്റെ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ആലയത്തിന് ഒരു ക്യാപ്ഷൻ ഇടാൻ ആലോചിച്ചപ്പോൾ കർത്താവ് നൽകിയ പ്രേരണയായിരുന്നു പിറക്കാതെ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് പിറക്കാൻ ഒരു ആശാകേന്ദ്രം. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ 340-നടുത്ത് ഗർഭിണികൾക്ക് അഭയം കൊടുക്കാൻ ഈ സ്ഥാപനത്തിന് സാധിച്ചു. അവർ പ്രസവിച്ചേൽപ്പിച്ച കുഞ്ഞുങ്ങളെ ഗവൺമെൻറ് നിയമാനുസൃതമായി മക്കളില്ലാത്ത ദമ്പതികൾക്ക് ദത്ത് നൽകുന്ന അംഗീകാരം നമുക്ക് ലഭിച്ചു. 244 കുഞ്ഞുങ്ങൾക്ക് വളരാൻ വീടും വളർത്താൻ മാതാപിതാക്കളെയും ദൈവം നൽകി. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ ഹൃദയം തൊടുന്നൊരു ശുശ്രൂഷയായിട്ട് ഈ ശുശ്രൂഷയെ കാണാനായിട്ട് ഇന്ന് സാധിക്കുന്നു. പലരും എന്നോട് പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഇല്ലാതാകുമ്പോഴാണ് ഇല്ലാത്തവൻ്റെ വേദന മനസ്സിലാക്കുക എന്ന്. ഞാൻ മറിച്ച് ചിന്തിക്കുന്ന ആളാണ്. നമ്മിൽ എന്ത് കൂടുതലുണ്ടോ അതുണ്ടാകുമ്പോഴാണ് അതില്ലാത്തവൻ്റെ വേദന അറിയുക. 6 മക്കളെ ദൈവം നൽകിയപ്പോഴാണ്
ഈ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളുടെ വേദനയും ഭാരവും ജീവിതത്തിൽ തിരിച്ചറിയാൻ സാധിച്ചത്. മാത്രമല്ല, ഓരോ ജീവനും ദൈവത്തിൻ്റെതാണ്. അതിനെ സൂക്ഷിക്കാനും സംരക്ഷിക്കാനുമുള്ള അവകാശമാണ് വിശ്വാസികൾക്ക് ദൈവം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് കുറച്ചുകൂടി പ്രായോഗികമായി ചിന്തിക്കുവാൻ ഈ അനുഭവത്തിൻ്റെ തീച്ചൂളയിലൂടെ ഇന്ന് ജീവിതത്തിൽ സാധിക്കുന്നു. ദൈവവചന ശുശ്രൂഷയോടൊപ്പം പരസ്നേഹ പ്രവർത്തികളിൽ ആഴപ്പെടുവാനുള്ള വലിയ ബോധ്യവും കൃപയും കർത്താവ് ജീവിതത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നു. എല്ലാറ്റിനും ദൈവത്തിന് നന്ദി പറയുന്നു. എന്താണോ അത് ദൈവത്തിൻ്റെ കൃപയാലാണെന്ന് ഏറ്റുപറയുവാൻ ഇന്ന് സാധിക്കുന്നു. ഓരോ കാര്യത്തിലും ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ ഇന്ന് കാണാനായിട്ട് സാധിക്കുന്നു. ദൈവം മനോഹരമായി പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഇന്നലത്തെ സുവിശേഷ വായനയിലും കേൾക്കാനിട വന്നു. ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെയാണ് പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമായിരിക്കുന്നത്. നമ്മുടെ സ്നേഹത്തിൻ്റെ അടയാളമായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും ഉള്ള വലിയ മനസ്സ്, അതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശ്വാസികൾക്ക് നൽകുന്ന സന്ദേശം. വിശാല മനസ്കതയുള്ളവരായിട്ട് തീരുക. അതുപോലെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കൈവിരലുകളെക്കുറിച്ച് ഈയിടെ ആരോ എഴുതി, അലിവിൻ്റെ വിരലുകൾ എന്ന്. നമ്മുടെ ഓരോരുത്തരുടെയും വിരലുകൾ കർത്താവിൻ്റെ സ്നേഹം നിറഞ്ഞ വിരലുകളായിട്ട് തീരട്ടെ. പൗലോസ്ലിഹ പറയുന്നൊരു ബോധ്യമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഉത്തേജനം എൻ്റെ ഹൃദയത്തിൽ ഉള്ളത് കൊണ്ടാണ് ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ള ശക്തി സ്രോതസ്സായിട്ട് എൻ്റെ ജീവിതത്തിലുള്ളതെന്ന്. നമ്മുടെയും ജീവിതത്തിൽ ഈ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഉത്തേജനം നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ള ശക്തി സ്രോതസ്സായിട്ട് തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. നമ്മുടെയും വിരലുകൾ അലിവിൻ്റെ വിരലുകളായി തീരുവാൻ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ മധ്യ എഴുന്നള്ളിക്കുന്ന ഈശോയെ സ്തുതിച്ച് നമുക്ക് ആരാധിക്കാം. ഹാലേലുയ, ഹാലേലുയ. ദൈവമേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹാലേലുയ, 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 ഹാലേലുയ. സങ്കീർത്തനം 68:5. ദൈവം അനാഥർക്ക് പിതാവും വിധവകൾക്ക് സംരക്ഷകനുമാണ്. അഗതികൾക്ക് വസിക്കുവാൻ ദൈവം ഇടം കൊടുക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം അനുജോർജ് എന്ന സഹോദരനെ തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് പ്രത്യേകമായൊരു പദ്ധതിയിലേക്ക് വിളിക്കുകയായിരുന്നു. എന്താണ് ഈ പദ്ധതി? വിവാഹത്തിന് മുൻപ് ഗർഭവതിയായി ശിശുവിനെ കൊന്നുകളയണമെന്ന് ചിന്തിച്ച് നടക്കുന്ന സ്ത്രീകൾ, ഈ സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുകയും അവർക്ക് ഒരു ശിശുവിനെ, തൻ്റെ ഗർഭസ്ഥ ശിശുവിനെ പ്രസവിക്കാൻ ഇടമൊരുക്കി കൊടുക്കുകയും തുടർന്ന് ആ ശിശുവിനെ അവിടെ വളരാൻ അനുവദിച്ചുകൊണ്ട് ഈ അമ്മയെ തൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു ശുശ്രൂഷയാണ് അനുജോർജ് ആരംഭിച്ചത്. ഒത്തിരി ഇപ്രകാരമുള്ള വ്യക്തികൾക്ക് കുഞ്ഞുങ്ങളെ നശിപ്പിക്കാതെ, അബോർഷൻ നടത്താതെ ജന്മം കൊടുക്കുവാനായിട്ട് ഈ അനുജോർജിൻ്റെ ഈ ശുശ്രൂഷ ഉപകരണമായി തീരുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്രകാരമുള്ള അൺവെഡ് മദേഴ്സ് എന്ന് വിളിക്കുന്ന ആ ഗ്രൂപ്പിനെ നമുക്ക് കർത്താവിൻ്റെ പക്കലേക്ക് ഈ നിമിഷം ഒന്ന് ചേർത്ത് വെച്ച് അതിനും തുറന്ന് സ്വതന്ത്രമായി സ്തുതിക്കാം. ഹാലേലുവിയ, 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 ഹാലേലുവിയ. എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ പാലക്കാട് സീനായ് ധ്യാനകേന്ദ്രത്തിലായിരുന്നപ്പോൾ ഒരു സഹോദരിയെ പരിചയമുണ്ട്. ആ സഹോദരി ഗർഭിണിയായിരിക്കുന്ന ആ സഹോദരി ധ്യാനിക്കാൻ വന്നു. ഇതാ ഭർത്താവ് ഇവിടെ ഇല്ല. ആ സമയത്താണ് അവൾ രണ്ടാമത് ഗർഭം ധരിക്കുന്നത്. എന്തു ചെയ്യുമിനി? ഈ പെൺകുട്ടിയെ, ഈ ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ്, രണ്ടാമത് ഗർഭം ധരിച്ചിരിക്കുന്നത് തൻ്റെ ഭർത്താവിൽ നിന്നല്ല. ഈ വ്യക്തിയെ അനുജോർജുമായി ബന്ധപ്പെടുത്തി. അനുജോർജ് സ്വീകരിച്ചു.
ജോർജ് നടത്തുന്ന ആ ശുശ്രൂഷയിലേക്ക് കുട്ടി കൊണ്ടുപോയി. അവിടെ ആ സഹോദരി ഈ രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകി അവിടെ ഏൽപ്പിച്ച് തിരികെ വരികയും ചെയ്തു. ഇപ്രകാരം ഒത്തിരിയേറെ സ്ത്രീകളെ അനു ജോർജ് കർത്താവിൻ്റെ നാമത്തിൽ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിൽ മുന്നോട്ട് പോകുന്ന അനു ജോർജിനെയും കുടുംബത്തെയും ആ ശുശ്രൂഷയിലൂടെ മക്കളെ കൊല്ലാതെ ഈ ഭൂമുഖത്ത് ജീവിക്കുവാൻ അനുവദിച്ച ആ അമ്മമാരെയും സമർപ്പിച്ചുകൊണ്ട് നല്ലവനായ ദൈവത്തിന് നമുക്ക് നന്ദി പറഞ്ഞ് സ്തുതിക്കാം. ഹാലേലുയ, ഹാലേലുയ, ഹാലേലുയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. തിരുവചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. സങ്കീർത്തനം 27:10. അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈകൊള്ളും. അവിടെ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ ആ ശൈശവത്തിൽ നിന്നും ബാല്യത്തിൽ നിന്നും ശൈശവത്തിലേക്ക് വളരുമ്പോൾ ഈ കാലഘട്ടത്തിലാണ് ഒത്തിരിയേറെ വ്യക്തികൾ വന്ന് അഡോപ്ഷന് വേണ്ടി കടന്നു വരിക. ഈ കുഞ്ഞുങ്ങളിൽ നിന്ന് ഒത്തിരിയേറെ ഭവനങ്ങളിൽ അവർ താമസിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞുങ്ങൾ വളർന്നു വലുതാകുമ്പോൾ അവരുടെ അപ്പൻ ആരാണ്? ഈശോയാണ് അവരുടെ അപ്പൻ. ഈശോയുടെ അപ്പനും അമ്മയും ആരെല്ലാം തങ്ങളെ ഉപേക്ഷിച്ചാലും എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവമുണ്ട് എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് ഈ ശിശുക്കൾ വളർന്നു വരികയാണ്. നമുക്ക് ഇപ്രകാരം ശുശ്രൂഷകൾ നടത്തുന്ന വേദികളെ നമുക്ക് സമർപ്പിക്കാം. ഈ ഭൂമുഖത്ത് ഒരു കുഞ്ഞും അബോർഷനിലൂടെ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ തീരുമാനം എടുക്കാം. അവർ ദൈവത്തിൻ്റെ മക്കളാണ്. അവരെല്ലാവരെയും ഇപ്രകാരം അനു ജോർജ് നടത്തുന്ന ശുശ്രൂഷയെ പോലെ ശുശ്രൂഷ നടത്തുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ വ്യക്തികളെയും നമുക്ക് ദിവ്യകാരുണ്യ യേശുവിലേക്ക് ചേർത്ത് വയ്ക്കാം. ഈശോയെ അനു ജോർജിൻ്റെ കുടുംബത്തെയും ആ ശുശ്രൂഷ മണ്ഡലങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഇപ്രകാരം ഈ ഭൂമുഖത്ത് പിറന്നു വീണ കുഞ്ഞുങ്ങൾ അനാഥരല്ല, അവർ ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മെപ്പോലെ ഈ ഭൂമുഖത്ത് ജീവിക്കാൻ അവകാശമുണ്ട് എന്ന തിരിച്ചവരോടുകൂടി അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹാലേലുവിയ, ഹാലേലുവിയ, ഹാലേലുവിയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹാലേലുവിയ, ഹാലേലുവിയ, ഹാലേലുവിയ. ഹല്ലേലൂയ. ജീവിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്നീ മഹനീയ ശുശ്രൂഷയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് നമ്മൾ കണ്ടുമുട്ടിയ സഹോദരൻ അനിൽ ജോർജ് ദൈവസ്നേഹം ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലപ്പോൾ പ്രിയമുള്ളവരെ, വ്യത്യസ്തമായ ശുശ്രൂഷയിലൂടെ ഇന്ന് കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടിയെടുക്കുന്ന ഈ സഹോദരന്റെ ജീവിതം നമ്മുടെയും ജീവിതത്തിന് ഒരു പാഠമാകണം. അടുത്ത ആഴ്ച നമ്മൾ കണ്ടുമുട്ടാൻ പോകുന്നത് ഡോക്ടർ സിസ്റ്റർ കാർമൽ നീലങ്കാവിൽ CMC. ഭജന പ്രഘോഷണത്തിലൂടെയും കൗൺസിലിംഗിലൂടെയും ഇന്ന് ലക്ഷക്കണക്കിന് ആത്മാക്കളെ സിസ്റ്റർ നേടിയെടുക്കുക. ഇവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി ഒരുങ്ങാം. നമ്മുടെ ഈ ശുശ്രൂഷ എല്ലാ വ്യാഴാഴ്ചകളിലും വൈകിട്ട് 4 മണിക്കും രാത്രി 12 മണിക്കും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30ക്കും നമ്മുടെ സ്വന്തം ഗുഡ്നസ് TVയിൽ കാണാവുന്നതാണ്. കാണാൻ സാധിക്കാത്തവർക്ക് നമ്മുടെ യൂട്യൂബ് ചാനലായ IFI മിഷൻ എന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ അതിൽ കാണാവുന്നതാണ്. കൂടാതെ ഭാരതത്തിന് വേണ്ടി ദിവസവും 1 ലക്ഷം കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഇന്റർസെഷൻ ഫോർ ഇന്ത്യ എന്ന ഈ ഗ്രൂപ്പിനോട് ചേർന്ന് നമ്മുടെ സ്വന്തം രാജ്യത്തിന് വേണ്ടി ദിവസവും 1 കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നവർക്ക് താഴെ കാണുന്ന നമ്പറുകളിലോ ആ സൈറ്റിലേക്ക് കയറി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നമ്മുടെ 2 ധ്യാനങ്ങൾ എല്ലാ മാസവും നടക്കുന്നുണ്ട്. കോട്ടയത്ത് നടക്കുന്ന യേശുനാമ സൗഖ്യ ധ്യാനവും ആലുവയിൽ നടക്കുന്ന കുടുംബ വിശുദ്ധീകരണ ധ്യാനവും. ധ്യാനത്തെക്കുറിച്ച് വ്യക്തമായ അറിവ് ലഭിക്കുവാൻ താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, പ്രാർത്ഥന സഹായങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുവാൻ മറന്നേക്കരുത്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വീണ്ടും അടുത്ത ആഴ്ച പുതിയൊരു എപ്പിസോഡ് കണ്ടുമുട്ടുന്നതുവരെ യേശുവിന്റെ നാമത്തിൽ നമ്മളെയും നമ്മുടെ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.